10 അല്ലേ, 10 യെസ്. കഴിഞ്ഞ ഒരു മാസക്കാലത്തിനിടയിൽ ലോഞ്ചായ ഒരു 10 ഫോണുകൾ ആദ്യം കണ്ണാടി വിരിക്കട്ടെ. അതായത് നമ്മൾ ഈ ഫോണുകളെല്ലാം നേരത്തെ തന്നെ നിങ്ങളെ റിവ്യൂ ചെയ്ത് പരിചയപ്പെടുത്തിയതാണ്. പക്ഷേ ഓരോ വീഡിയോകളായിട്ടാണ് അത് ചെയ്തിരുന്നത്. സമയക്കുറവുണ്ടൊക്കെ ചിലരെ എല്ലാ വീഡിയോകളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു മാസ കാലയളവിനുള്ളിൽ കുറേ നല്ല ഫോണുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കാര്യം വിചാരിച്ചു, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരൊറ്റ വീഡിയോയിലൂടെ അടുത്തിടെ ലോഞ്ച് ചെയ്ത 10 ഫോണുകളെ ഒരുമിച്ച് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന്. ഒരുപാടൊന്നും പറയുന്നില്ല. ഓരോ ഫോണുകളുടെയും പ്രോസർ ഏതാണ്, അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണ്, അതിൻ്റെ ക്യാമറ പെർഫോമൻസ് എങ്ങനെ, ഇത് മാത്രം പറഞ്ഞ് അതിൻ്റെ പ്രൈസും പറഞ്ഞുകൊണ്ട് നമുക്ക് 10 ഫോണുകൾ ഒരൊറ്റ വീഡിയോയിലൂടെ പരിചയപ്പെടാം. യെസ്. ഈ 10 ഫോണുകളിലെ ആദ്യത്തെ ഫോൺ iQ15R. ഈ ഒരു ഫോണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കാണാൻ വലിയ ലുക്ക് ഇല്ലെങ്കിലും ഇതിന്റെ പെർഫോമൻസ് അടിപൊളിയാണ്. ലുക്കിലല്ല, വർക്കിലാണ് കാര്യം എന്ന് പറഞ്ഞതുപോലെ സ്നാപ്ഡ്രാഗന്റെ 8 Gen 5 എന്ന് പറയുന്ന പ്രോസറാണ് ഈ ഫോണിനകത്ത് നൽകുന്നത്. 2.9 മില്യൺ ആണ് ഇതിന്റെ ഒരു AnTuTu സ്കോർ വരുന്നത്. 1.5K റെസൊല്യൂഷൻ ഡിസ്പ്ലേ, 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. അതുപോലെ 7600 mAh ബാറ്ററി, 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഉണ്ട്. 4+6 years അപ്ഡേറ്റ് ആണ്. 4 ആൻഡ്രോയിഡ് അപ്ഡേറ്റും 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഒരു ഫോണിനകത്ത് നൽകുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ പെർഫോമൻസ് എന്ന് പറയുന്ന ടോപ്പ് ആണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതുപോലെ കിഡിലൻ ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ മികച്ച ബാറ്ററി, മികച്ച ഡിസ്പ്ലേ. ഇനി ഈ ഒരു ഫോണിന്റെ കുറവെന്ന് പറയുന്നത് ഈ കാണുന്ന പോലെ കാണാൻ ഒരു അട്രാക്റ്റീവ് ലുക്ക് ഒന്നുമല്ല നൽകിയിരിക്കുന്നത്. അതുപോലെ ഫൺ ടച്ച് ആയതുകൊണ്ട് തന്നെ കുറച്ച് ബ്ലോട്ട് വേസുകൾ ഈ ഒരു ഫോണിനകത്തുണ്ട്. ഈ പ്രൈസ് പോയിന്റിൽ ടെലിഫോട്ടോ സെൻസർ ഇല്ല. ഇതിന്റെ വൈഡ് ആംഗിൾ ക്യാമറയിൽ 4K ഇല്ല. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ഇല്ല, eSIM ചാർജിംഗ് ഇല്ല. അതുപോലെ ഡേറ്റ ട്രാൻസ്ഫർ സ്പീഡ് വന്നിട്ട് USB 2.2 ആണ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് നിലവിൽ 46,999 രൂപയാണ്. അപ്പോൾ ആദ്യ ഫോൺ കഴിഞ്ഞു. ഇനി അടുത്ത രണ്ടാമത്തെ ഫോൺ എന്ന് പറയുന്നത് ഇൻഫിനിക്സിന്റെ നോട്ട് എഡ്ജ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഫോണാണ്. ഇത് നേരത്തെ കണ്ട iQ15Rനേക്കാളും കുറച്ചും കൂടി പ്രൈസ് ഒക്കെ നല്ല കുറവുള്ളൊരു ഫോണാണ്. ഇതിന്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഡിസ്പ്ലേ ആണ്. നമുക്ക് ഒരു 3D കർവ്ഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഇതിനകത്തുള്ള പ്രോസർ എന്ന് പറയുന്നത് MediaTekന്റെ Dimensity 7100 എന്ന് പറയുന്ന പ്രോസറാണ്. അതുപോലെ 6.43 ലാക്ക് ആണ് ഇതിന്റെ ഒരു AnTuTu സ്കോർ വരുന്നത്. ഈ ഒരു ഫോണിന് ഒരു ഇത്തരത്തിലൊരു പ്രീമിയം ഡിസ്പ്ലേ അതിന്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണ്. അതുപോലെ ഒരുവിധം നല്ലൊരു ക്യാമറ ഈ ഒരു ഫോണിനകത്ത് ഇൻഫിനിക്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 6500 mAh ബാറ്ററി കപ്പാസിറ്റി, 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ഈ ഒരു ഫോണിന്റെ ബോക്സിനകത്ത് തന്നെ ഉണ്ട്. കുറവുകൾ എന്ന് പറയുന്നത് ഇതിനകത്ത് വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല. അതുപോലെ 4K പറ്റി നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. അതുപോലെ ഇതിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു ഓക്കേഷ് പെർഫോമൻസ് മാത്രമാണ്. IP65 റേറ്റിംഗേ ഉള്ളൂ. അതുപോലെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നൽകിയിട്ടില്ല. ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 22,999 രൂപ. അടുത്ത ഫോണിലേക്ക് കടക്കാം. അടുത്തത് റിയൽമിയുടെ P4 പവർ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. ഇതിന്റെ പ്രത്യേകത തന്നെ പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരു പവർ ബാങ്ക് പോലെയാണ്. 1001 mAh ബാറ്ററി കപ്പാസിറ്റിയുമായിട്ട് വന്ന ഫോണാണ്. ഇതിനകത്തുള്ള പ്രോസർ എന്ന് പറയുന്നത് MediaTekന്റെ 7400 Ultra എന്ന് പറയുന്ന പ്രോസറാണ് ഈ ഒരു ഫോണിന് കരുത്ത് പകരുന്നത്. അതുപോലെ 7 ലാക്ക് ആണ് ഇതിന്റെ ഒരു AnTuTu സ്കോർ. 1001 mAh ബാറ്ററി, അതുപോലെ 144 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉണ്ട്. അതുപോലെ ഇതൊരു കർവ്ഡ് ഡിസ്പ്ലേ ഫോണാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. IP റേറ്റിംഗ് IP69 ആണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ കുറവുകളെ പറ്റി പറഞ്ഞാൽ ഈ പ്രൈസ് പോയിന്റിൽ പ്ലാസ്റ്റിക് ബാക്ക് ആണ്. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് നമുക്ക് മോണോ സ്പീക്കറുകളാണ് ഈ ഒരു ഫോണിനകത്ത് കിട്ടുന്നത്. അതുപോലെ സെൽഫിയിൽ 4K സപ്പോർട്ട് കൊടുത്തിട്ടില്ല, NFC സപ്പോർട്ട് കൊടുത്തിട്ടില്ല ഈ ഒരു ഫോണിനകത്ത്. അതുപോലെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടില്ല. ഇതിന്റെ വില എന്ന് പറയുന്നത് 26,999 രൂപയ്ക്കാണ്. ആ പ്രൈസിന് ഈ പറഞ്ഞ പോലെ ബാറ്ററി ആൻസൈറ്റി ഉള്ളവർക്ക് മാത്രം നോക്കാവുന്ന ഒരു ഫോണാണ്. ബാക്കി ഈ പറഞ്ഞ പോലെ ഈ പ്രൈസ് പോയിന്റിൽ മോണോ സ്പീക്കർ ഒക്കെ കൊടുത്തിരിക്കുന്നു, സെൽഫിയിൽ 4K ഒക്കെ ഇല്ലാത്തത് എന്തായാലും ഈ ഒരു ഫോണിന്റെ വലിയ കുറവുകളാണ്. അടുത്ത ഫോണിലേക്ക് കടക്കാം. അടുത്തായിട്ട് പറയാനുള്ള ഫോൺ നത്തിങ് 4A എന്ന് പറയുന്ന ഫോണാണ്. ഇതിന്റെ പ്രത്യേകത ഈ കാണാനുള്ള ഈ ഒരു ലുക്ക് തന്നെയാണ്. ഓക്കെ, ട്രാൻസ്പെറന്റ് ഡിസൈൻ, മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ ആണ് എന്തായാലും ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. മറ്റ് ബ്രാൻഡിന്റെ ഫോണുകളിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള ലുക്ക്. അതുപോലെ 7S Gen 4 എന്ന് പറയുന്ന സ്നാപ്ഡ്രാഗന്റെ പ്രോസറാണ്. 1.1 മില്യൺ AnTuTu സ്കോർ ഈ ഒരു ഫോൺ നൽകുന്നുണ്ട്. ഇതിനകത്ത് ഗ്ലിഫ് ലൈറ്റുകൾ ഈ ഒരു ഫോണിനകത്ത് ഉണ്ട് എന്നുള്ളത് ഒരു ഹൈലൈറ്റ് ആണ്. അതുപോലെ ഇതിന്റെ യൂസർ ഇന്റർഫേസ് അടിപൊളിയാണ്. വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡിന് സമാനമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. ഈ സോഫ്റ്റ്വെയർ തന്നെയാണ് ഈ ഒരു ഫോണിന്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതുപോലെ നല്ല ഒരു എഫക്റ്റീവ് ബാറ്ററിയാണ്. അതായത് ബാറ്ററി കപ്പാസിറ്റി വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഒന്നും ഇല്ലെങ്കിലും പക്ഷേ ഇതിനകത്തുള്ള ബാറ്ററി ലൈഫ് അടിപൊളിയാണ്. അതുപോലെ 1.5K റെസൊല്യൂഷനുള്ള മികച്ച ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. മികച്ച ക്യാമറ നൽകിയിട്ടുണ്ട്. എസ്പെഷ്യലി ഈ പ്രൈസ് പോയിന്റിൽ സാധാരണ ഫോണുകൾ അങ്ങനെ ടെലിഫോട്ടോ ക്യാമറകൾ കാണുന്നില്ല. ഇതിനകത്ത് ടെലിഫോട്ടോ ക്യാമറ ഉണ്ട്. UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്, ചൈനീസ് ബ്രാൻഡ് അല്ല. ഡീസന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഈ ഒരു ഫോൺ കാഴ്ചവെക്കുന്നത്. പിന്നെ ഇതിന്റെ കുറവുകൾ എന്ന് പറയുന്നത് ഇതിന്റെ ബോക്സിനകത്ത് ചാർജർ കൊടുത്തിട്ടില്ല. അതുപോലെ NFC സപ്പോർട്ട് നമുക്ക് ഇന്ത്യയിൽ ഈ ഒരു ഫോണിനകത്ത് ലഭിക്കത്തില്ല. അതുപോലെ
സെൽഫിയിൽ 4K നമുക്ക് ഈ ഒരു ഫോണിനകത്തില്ല. IP64 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസേ ഉള്ളൂ. ഈ ഫ്രെയിം ഒക്കെ വന്നിട്ട് പ്ലാസ്റ്റിക് ആണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ വയർലെസ് ചാർജിങ്ങോ eSIM സപ്പോർട്ടോ ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടില്ല. അടുത്തായിട്ട് ഇതിന്റെ ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തുള്ള പ്രൈസ് എന്ന് പറയുന്നത് 34,999 രൂപയാണ്. അതായത് വീഡിയോ ചെയ്യുമ്പോൾ എന്ന് നമ്മൾ എടുത്തു പറയുന്നത് ഈ ഫോണുകളെല്ലാം പ്രൈസ് അടിക്കടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ നത്തിങ് 4A കഴിഞ്ഞാൽ പിന്നീട് വരുന്ന അല്ലെങ്കിൽ പിന്നീട് ലോഞ്ച് ആയ ഫോൺ എന്ന് പറയുന്നത് നത്തിങ്ങിന്റെ ഭാഗത്ത് നിന്നുള്ള നത്തിങ് 4A Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. ഈ ഒരു 4A-ക്കാളും ഒരു 2000 രൂപ കൂടെ കൂടുതലാണ് നത്തിങ് 4A Proയുടെ കേസിൽ. ഈ ഒരു ഫോണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 7 Gen 4 എന്ന് പറയുന്ന ഏകദേശം 1.43 മില്യൺ ആന്റിറ്റ്യൂഡ് സ്കോർ ഉള്ള പ്രോസറാണ് ഈ ഒരു ഫോണിന് കരുത്ത് പകരുന്നത്. അതുപോലെ ഇതിനകത്ത് ഈ ഒരു ഗ്ലിഫ് മെട്രിക്സ് എന്ന് അറിയപ്പെടുന്നത് ഈ ഒരു ഭാഗം മറ്റു ഫോണുകളില്ലാതെ വ്യത്യസ്തമായിട്ട് ഈ ഒരു ഫോൺ അത് നൽകിയിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ക്ലീൻ ആയിട്ടുള്ള യൂസർ ഇന്റർഫേസ് നത്തിങ് OS 3 അത് അടിപൊളിയാണ്. ഞാൻ നത്തിങ് 4Aയുടെ കേസ് പറഞ്ഞതുപോലെ. അതുപോലെ ഇതിന്റെ ബെസലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമെട്രിക്കൽ ആയിട്ടുള്ള ബെസലാണ് കാണാൻ സാധിക്കുന്നത്. 5400 mAh ബാറ്ററിയാണ്. പക്ഷേ ബാറ്ററി കപ്പാസിറ്റി ഇപ്പോൾ 7000-8000 mAh ഒക്കെ വരുന്നെങ്കിലും ഇതിനകത്ത് 5400 എന്ന് പറയുന്നത് നല്ല ബാറ്ററി, അതിന്റെ ഒരു ബാറ്ററി ലൈഫ് ബെറ്റർ ആണ്. കാരണം ഇതിന്റെ ഒരു സോഫ്റ്റ്വെയർ നല്ലൊരു സപ്പോർട്ട് ആ ഒരു ബാറ്ററിക്ക് നൽകുന്നതുകൊണ്ട് തന്നെ മികച്ച ഒരു ബാറ്ററി ലൈഫ് എന്തായാലും ഈ ഒരു ഫോണിനകത്ത് കിട്ടും. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, സാധാരണ ഈ പ്രൈസ് പോയിന്റിലൊന്നും അങ്ങനെ അധികം കാണാത്ത ടെലിഫോട്ടോ ക്യാമറ ആയിട്ടുള്ള മൂന്നാമത്തെ ക്യാമറ ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാമറ അടിപൊളിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ കേസിൽ. അതുപോലെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻ ആണ്. കണ്ടില്ലേ, കാഴ്ചയ്ക്ക് വ്യത്യസ്തമാർന്ന മറ്റ് സ്മാർട്ട് ഫോണിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് ഈ ഒരു ഫോണിനകത്തുണ്ട്. ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു UK ബേസ്ഡ് ബ്രാൻഡാണ്. മറ്റ് ചൈനീസ് ബ്രാൻഡിനെ പോലെയല്ല, UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അതുപോലെ മെറ്റാലിക് ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഡ്യൂറബിലിറ്റി ഈ ഒരു ഫോണിന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ കിടിലൻ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന്റെ കേസ്. ഇനി ഇതിന്റെയും കുറവുകൾ എന്ന് പറയുന്നത് 4Aയുടെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ ബോക്സിനകത്ത് ചാർജർ കൊടുത്തിട്ടില്ല. അതുപോലെ സെൽഫി ക്യാമറയിൽ 4K സപ്പോർട്ട് ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടില്ല. ഇതിനകത്ത് വൈഡ് ആംഗിളിനകത്തും 4K സപ്പോർട്ട് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടില്ല. അതുപോലെ IP റേറ്റിംഗ് വന്നിട്ട് IP65 ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുള്ളൂ. വയർലെസ് ചാർജിങ്ങും eSIM സപ്പോർട്ടും ഈ ഒരു ഫോണിൽ ഇന്ത്യൻ വേരിയന്റിൽ ലഭ്യമല്ല. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫോണിനെ പറ്റി പറയാനുള്ളത്. പ്രൈസ് എന്ന് പറയുന്നത് 36,999 രൂപയാണ് 4A Proയ്ക്ക്. എന്നാൽ 4Aക്ക് 34,999 രൂപയാണ്. ഈ രണ്ട് ഫോണുകളും കൂടെ ചേർത്ത് ഒരൊറ്റ വീഡിയോയിൽ ഒരു വീഡിയോ ഫുൾ ഡീറ്റെയിൽസ് കമ്പാരിസൺ ഒരു വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അത് ചെയ്യാം. അപ്പോൾ ഇതാണ് നത്തിങ് 4A Proയെ പറ്റി പറയാനുള്ളത്. അത് കഴിഞ്ഞാൽ മറ്റൊരു ഫോൺ പിന്നീട് ലോഞ്ച് ആയത് വിവോയുടെ Y51 Pro എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. കാണാൻ നല്ല അടിപൊളി ഡിസൈനും ലുക്കും ഒക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. കാണാൻ കിടിലാണ്, നല്ല ലുക്ക്. ഒരു വിവോയുടെ ഒരു Y സീരീസ് ഫോൺ ആണെന്ന് പറയില്ല, നേരെ മറിച്ച് വിവോയുടെ V സീരീസിലേക്ക് ആ ഒരു 70,000 രൂപ പ്രൈസ് റേഞ്ചിലുള്ള ഒരു ഫോണിൻ്റെയൊക്കെ ലുക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ലുക്ക് മാത്രമേ ഉള്ളൂ എന്നതാണ് ഈ ഒരു ഫോണിനെ പറ്റിയുള്ളൊരു സത്യം. ഇതിനകത്ത് നമുക്ക് MediaTekന്റെ 7360 ടർബോ എന്ന് പറയുന്ന ഏകദേശം 9 ലക്ഷം ആന്റിറ്റ്യൂഡ് സ്കോർ ഉള്ള ഒരു പ്രോസറാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് 7200 mAh ബാറ്ററി കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഈ ഒരു ഫോണിനകത്ത് പല കാര്യങ്ങളിലും മോശമാണെന്ന് പറയേണ്ടി വരും. ഇതിനകത്ത് ക്യാമറ നമുക്കറിയാം, വിവോയുടെ കേസിൽ എപ്പോഴും ക്യാമറ അടിപൊളിയാണ്. പക്ഷേ ഇതിനകത്ത് ബാക്ക് ക്യാമറ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സെൽഫി ക്യാമറ അത്ര ഒരു ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതുപോലെ ഇൻ ഹാൻഡ് ഫീലൊക്കെ പറഞ്ഞ ഒരു അല്പം വെയിറ്റ് ഈ ഒരു ഫോണുണ്ട്. കാരണം ഈ 7200 mAh ബാറ്ററി ഇരിക്കുന്നതുകൊണ്ടാണ്. പിന്നെ കാണാൻ നല്ലൊരു ഡിസൈൻ, ഈ ഒരു ബ്ലാക്ക് ഫ്രെയിമും ഒക്കെ ആയിട്ടാണ്, ബാക്കിൽ വേറൊരു കളറും ഒക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സാധാരണ ഇതേ കളർ ആയിരിക്കുമല്ലോ ഫ്രെയിം വരുന്നത്. രണ്ടും ഒരു ഡ്യുവൽ ടോൺ കളറാണ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. ഇനി ഈ ഒരു ഫോണിന്റെ കുറവുകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിൻ OSന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പം ഒറിജിൻ OS ഈ പറയുന്ന IQലും വിവോയിലും അപ്ഡേറ്റ് കണ്ടു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാൻ പേടിയാണ്. അടുത്തിടെ നമ്മൾ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നതാണ് അല്ലേ, ഒറിജിൻ OSന്റെ പേരിൽ പോലും ഇപ്പോൾ ചില മാൽവെയർസുകൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് കേരള പോലീസ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എനിവേ അത് ചെയ്യുന്നില്ല ഞാൻ. ഈ പ്രൈസ് പോയിന്റിൽ LCD ഡിസ്പ്ലേ ആണെന്നുള്ളത് ഇതിന്റെ ഒരു കുറവാണ്. അതുപോലെ നമുക്ക് ഈ ബെസലൊക്കെ ഒരു അല്പം കൂടുതലാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ പെർഫോമൻസ് ഒരു ഓക്കെ പെർഫോമൻസിനെ പറയാൻ പറ്റും. ഒരു ഈ പ്രൈസ് പോയിന്റിലെ മറ്റ് ഫോണുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പെർഫോമൻസ് താരതമ്യം ഒരു അല്പം കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഫോണിന്റെ സെൽഫി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അത്ര ബെറ്റർ അല്ല. വൈഡ് ആംഗിൾ ക്യാമറ പോലും ഈ പ്രൈസ് പോയിന്റിൽ ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടില്ല. NFC സപ്പോർട്ട് കൊടുത്തിട്ടില്ല. തുടങ്ങിയവയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ കുറവ്. ഇതിന്റെ വില എന്ന് പറയുന്നത് 25,999 രൂപയാണ്. ആ പ്രൈസ് പോയിന്റിൽ LCD ഡിസ്പ്ലേ NFC ഇല്ല എന്നൊക്കെ പറയുന്നത് ഈ ഫോണിന്റെ കുറവ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഫോൺ ഒരിക്കലും അങ്ങനെ അധികം ആർക്കും റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നില്ല. അടുത്തത് റിയൽമിയുടെ ഒരു ഫോണാണ് ലോഞ്ച് ആയത്. വളരെ വില കുറവുള്ള, ഇന്ന് നമ്മൾ ഈ പറയുന്നതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വില കുറവുള്ള ഒരു ഫോണാണ് റിയൽമിയുടെ P4 ലൈറ്റ് എന്ന് പറയുന്ന ഫോണാണ്. കാഴ്ചയ്ക്ക് കാണാൻ നല്ല രസമുണ്ട്, ഡ്യുവൽ ടോൺ കളറൊക്കെ ഉണ്ട് അല്ലേ. സാധാരണ ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ റിയൽമിയുടെ ഫോണുകൾ ഇതേ ഡിസൈനിൽ വന്നിരുന്നു. ബാക്കിൽ 3 ക്യാമറകൾ ഉണ്ടെന്ന് തോന്നുന്നു, യഥാർത്ഥത്തിൽ 2 ക്യാമറ ഉള്ളൂ. ഇവിടെ റിയൽമി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. MediaTekന്റെ Dimensity 6300 എന്ന് പറയുന്ന 5 ലക്ഷം ആന്റിറ്റ്യൂഡ് സ്കോർ ഉള്ള പ്രോസറാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 7000 mAh ബാറ്ററി കപ്പാസിറ്റിയാണ്. 144 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ്. 144 എന്ന് കേൾക്കുമ്പോൾ ചാടി കയറി ഞെട്ടരുത്, കാരണം LCD ഡിസ്പ്ലേയിലെ 144 ഹെഡ്സ് റിഫ്രഷ് റേറ്റ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ക്യാമറയെ പറ്റി പറഞ്ഞാൽ ഓക്കെ, ഇതിന്റെ വില എന്ന് പറയുന്നത് ഏകദേശം 12,999 രൂപയാണ്. ആ വിലയ്ക്ക് കുഴപ്പമില്ലാത്ത ക്യാമറ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയേണ്ടി വരും. അതുപോലെ 15 വാട്ടിന്റെ ചാർജറേ ഉള്ളൂ. 7000 mAh 15 വാട്ട് ഉപയോഗിച്ചുകൊണ്ട് ചാർജ് ചെയ്യുന്ന പറയുമ്പോഴത്തേക്കും ഒരുപാട് ടൈം എടുക്കും. അതുപോലെ 4K റെസൊല്യൂഷൻ ബാക്ക് ക്യാമറയിലോ സെൽഫിയിലോ എങ്ങുമില്ല. അതുപോലെ HD+ റെസൊല്യൂഷൻ ഈ ഒരു ഫോണിനുള്ളൂ. ഈ ഒരു പ്രൈസ് പോയിന്റിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ആണ് ഇപ്പോഴും കൊടുത്തിരിക്കുന്നത്. അതുപോലെ
അതുപോലെ മോണോ സ്പീക്കറാണ് ഈ ഒരു ഫോണിനകത്ത്, LCD ഡിസ്പ്ലേ ആണ്, NFC ഇല്ല തുടങ്ങിയവ ഈ ഒരു ഫോണിന്റെ കുറവുകളാണ്. പിന്നെ ഇതെല്ലാം നമുക്ക് ഇതിന്റെ വിലയുമായിട്ട് വേണം താരതമ്യം ചെയ്യാൻ. 12,999 രൂപയാണ്. നേരത്തെയൊക്കെ 12,999 രൂപയിലും AMOLED ഡിസ്പ്ലേ ഉള്ള NFC ഉള്ള സ്റ്റീരിയോ സ്പീക്കറുകളുള്ള ഫോൺ കിട്ടിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഒരു 15,000 രൂപയിൽ പോലും കിട്ടാത്ത കാലമായി മാറിയിരിക്കുകയാണ് ഫോണുകളുടെ പ്രൈസ് കൂടിയതുകൊണ്ട്. അടുത്തതായിട്ട് നമുക്ക് പിന്നീട് ലോഞ്ച് ചെയ്ത് നമുക്ക് വന്ന മറ്റൊരു ഫോൺ എന്ന് പറയുന്നത് റിയൽമിയുടെ ഈ കാണുന്ന ഫോണാണ് Realme 16. കാണാൻ അടിപൊളി ലുക്കാണ്, ലുക്ക് മാത്രമേ ഉള്ളൂ, വർക്ക് വളരെ മോശമാണെന്ന് പറയേണ്ടി വരും. കണ്ടാൽ ഒരു ഐഫോൺ എയറിന്റെ ഒക്കെ ഒരു ഡിസൈൻ ആണ് ഈ ഒരു ഫോൺ. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഈ ഫോണിനകത്ത് ഇഷ്ടപ്പെട്ടത്. രണ്ട് കാര്യങ്ങളെ ഇഷ്ടപ്പെട്ടുള്ളൂ. അതായത് ഇതിന്റെ ഡിസൈൻ അടിപൊളിയാണ്, പിന്നെ ഇതിന്റെ ഡിസ്പ്ലേ അടിപൊളി ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ, ഡിസൈനും ഡിസ്പ്ലേ മാത്രമാണ് നിങ്ങൾക്ക് ഒരു മുൻതൂക്കം കൊടുക്കണമെങ്കിൽ മാത്രമേ ഈ ഫോൺ നോക്കാൻ പറ്റൂ. MediaTekന്റെ 6400 ടർബോ എന്ന് പറയുന്ന ഏകദേശം 6 ലക്ഷം മാത്രം AnTuTu സ്കോർ നൽകുന്ന ഒരു പ്രോസറാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. 7000 mAh ബാറ്ററി കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്, IP69 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഈ ഒരു ഫോണിനകത്ത് നല്ലതെന്ന് പറയാം. പിന്നീട് എന്ന് പറയുന്നത് ഇതിനകത്ത് ബാക്ക് ക്യാമറയിൽ പോലും 4K റെസൊല്യൂഷൻ സപ്പോർട്ട് കൊടുത്തിട്ടില്ല. ഈ പ്രൈസ് പോയിന്റിലെ മറ്റ് ഫോണുകളായിട്ട് നോക്കുമ്പോൾ പെർഫോമൻസ് വളരെ കുറവാണെന്ന് പറയേണ്ടി വരും. അതുപോലെ NFC ഇല്ല, വൈഡ് ആംഗിൾ ക്യാമറ ഈ പ്രൈസ് പോയിന്റിൽ ഇല്ല, പ്ലാസ്റ്റിക് ബാക്ക് ആണ്, ബ്ലൂടൂത്ത് വെർഷനൊക്കെ അല്പം പഴയതാണ്, ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആണ്, വൈഫൈ പോലും വൈഫൈ 5 ആണ് നൽകിയിരിക്കുന്നത്. ഒരുപാട് ബ്ലോട്ട് വോയിസുകളും ഈ ഒരു ഫോണിനകത്തുണ്ട്. വില കേൾക്കുമ്പോഴാണ് ഞെട്ടുന്നത്. 31,999 രൂപയാണ്. ഞാൻ Vivo Y51 Pro പറഞ്ഞതുപോലെ ഈ ഒരു ഫോണും ഞാൻ അങ്ങനെ അതുകൊണ്ട് തന്നെ ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല. അടുത്തതായിട്ട് എനിക്ക് ഈ കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ട മറ്റൊരു ഫോണാണ് OnePlus Nord 6. ഇതൊരു അല്പം പ്രൈസ് ഉണ്ട് കമ്പാരിറ്റീവ്ലി, എങ്കിലും ഇതിനകത്ത് കുറവുകൾ വളരെ കുറവാണെന്നാണ് ഞാനിത് നോക്കിയപ്പോൾ കണ്ടത്. ഇതിനകത്ത് പ്രോസർ എന്ന് പറയുന്നത് Snapdragon 8s Gen 4 ആണ്. 2.2 മില്യൺ AnTuTu സ്കോർ നൽകുന്ന പ്രോസറാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പരിശോധിച്ച 10 ഫോണുകളിൽ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഫോൺ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. അതുപോലെ ഇവിടെ അലർട്ട് സ്ലൈഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്സിജൻ OS വളരെ ക്ലീൻ ആണ്, അത് ഇതിനകത്തുണ്ട്. അതുപോലെ 1.5K AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 9000 mAh ബാറ്ററി കപ്പാസിറ്റി, 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട്, 165 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്, അതുപോലെ കിഡിലൻ ഡിസ്പ്ലേ. ക്യാമറയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഒരേപോലുള്ള റിസൾട്ട് തരും. സാധാരണ നമുക്കൊരു ഫോൺ എടുക്കുമ്പോൾ ബാക്ക് ക്യാമറ നല്ല റിസൾട്ട് തരും, പക്ഷേ ഫ്രണ്ട് ക്യാമറ ചിലപ്പോൾ പതറാറുണ്ട്. ഇവിടെ ഫ്രണ്ടും ബാക്കും ഒരേ റിസൾട്ട് ആണ് തരുന്നത്. പക്ഷേ ഭയങ്കര സംഭവമല്ല, ഒരു മീഡിയം റിസൾട്ട് ആണ്. കുറച്ചും കൂടി ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ ക്യാമറ പെർഫോമൻസ് ഒന്ന് ബെറ്റർ ആക്കിയെങ്കിൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. അതുപോലെ ഇതിന്റെ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും വളരെ സ്മൂത്ത് ആണ്. അറിയാം, ഓക്സിജൻ OS ആണ്, വലിയ ബ്ലോട്ട് വോയിസുകളൊന്നും അധികം ഇല്ല. അതുപോലെ ഇതിനകത്ത് കുറവുകൾ എന്ന് പറയുന്നത് ടെലിഫോട്ടോ ക്യാമറ ഈ പ്രൈസ് പോയിന്റിൽ കൊടുത്തിട്ടില്ല. അതുപോലെ ഈ ഒരു ബാക്ക് വന്നിട്ട് പ്ലാസ്റ്റിക് ആണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. eSIM സപ്പോർട്ട് ഇല്ല, വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ഇല്ല, അതുപോലെ വൈഡ് ആംഗിളിൽ 4K സപ്പോർട്ട് കൊടുത്തിട്ടില്ല. വില എന്ന് പറയുന്നത് 38,999 രൂപയാണ് OnePlus Nord 6ന്റെ. അടുത്തത് ഇൻഫിനിക്സ് പുറത്തിറക്കിയ ഇൻഫിനിക്സ് Note 60 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. ഇത് കാഴ്ചയ്ക്കൊക്കെ ഏതാണ്ട് ഒരു ഐഫോണിന്റെ ഒരു ഡിസൈൻ ഒക്കെയാണ് അവർ അറൗണ്ട് ഏകദേശം ഒരു പിടിച്ചിരിക്കുന്നത്. കാരണം ഐഫോണിന്റെ ഇത്തവണത്തെ 17 Proയിലെ കോസ്മിക് ഓറഞ്ച് എന്ന് പറയുന്ന കളർ വേരിയന്റ് തന്നെ ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ കളറല്ല വന്നത്, നമുക്കൊരു ബ്രൗൺ കളറാണ് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് വന്നത്. Snapdragon 7s Gen 4 എന്ന് പറയുന്ന 1 മില്യൺ AnTuTu സ്കോർ ഉള്ള പ്രോസറാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. 1.5K റെസൊല്യൂഷൻ ഉണ്ട്. അതുപോലെ 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഈ ഒരു ഫോണിനകത്തുണ്ട്. 6500 mAh ബാറ്ററി, 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഉണ്ട്. അതുപോലെ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് 4K സപ്പോർട്ടും ഈ ഒരു ഫോണിനകത്ത് കിട്ടും. ക്യാമറയെ പറ്റി പറഞ്ഞാൽ നമ്മൾ ക്യാമറ ഇതിലൂടെ കാണുമ്പോൾ നമ്മൾ ഫോട്ടോകൾ എടുക്കാനായിട്ട് നോക്കുമ്പോൾ വലിയ ഗുണമൊന്നും തോന്നില്ല, പക്ഷേ എടുത്തു കഴിയുമ്പോഴും വലിയ ഗുണം തോന്നില്ല. കുറച്ച് സമയം പ്രോസസ്സ് ചെയ്തിട്ട് കുറച്ച് ടൈം എടുത്ത് കിടിലും ഫോട്ടോകൾ തരുന്നുണ്ട്. അപ്പോൾ ആക്ച്വൽ ഫോട്ടോ ഒന്നും അല്ല തരുന്നത്, പ്രോസസ്സ് ചെയ്ത് നല്ല ഫോട്ടോകളാണ് ഈ ഒരു ഫോൺ നൽകുന്നത്. ഇതിന്റെ പെർഫോമൻസ് ഈ പ്രൈസ് പോയിന്റിൽ അല്പം കുറവാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. IP64 റേറ്റിംഗ് ഈ ഫോണിനകത്തുള്ളൂ. അതുപോലെ ടെലിഫോട്ടോ ക്യാമറ ഇല്ല, eSIM സപ്പോർട്ട് ഇല്ല. ഇതിന്റെ സ്റ്റോറേജ് ടൈപ്പ് എന്ന് പറയുന്നത് UFS 2.2 മാത്രമാണ്. അതുപോലെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ഈ ഒരു ഫോണിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഇൻഫിനിക്സ് Note 60 Proയെ പറ്റി പറയാനുള്ളത്. 31,999 രൂപയ്ക്കാണ് ഈ ഒരു ഫോൺ ലഭിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ലോഞ്ച് ചെയ്ത 10 ഫോണുകളെ ഒരുമിച്ച് നിങ്ങളെ ഒറ്റ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുകയായിരുന്നു ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതിനകത്ത് ഈ 10 ഫോണുകൾ നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തില്ല. ഇതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോൺ ഏത്? നിങ്ങൾ ഇതിനകത്ത് ഒരു ഫോൺ വാങ്ങുവാണെങ്കിൽ ഏത് ഫോൺ വാങ്ങും? ജസ്റ്റ് ഒന്ന് അറിയാനാണ്, അതൊന്ന് കമന്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ 10 ഫോണുകൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോൺ ഏതെന്ന് കമന്റ് ചെയ്യാം. അതുപോലെ ഒരു കാര്യം കൂടെ അറിയാനുണ്ട്, നമ്മൾ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ അടുത്തിടെ ലോഞ്ച് ചെയ്ത ഒരു 10 ഫോണുകൾ ഒരുമിച്ച് ഒറ്റ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. മലയാളത്തിൽ വേറെ ആരും അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ടൈമൊന്നും ഇല്ലാത്തവർക്ക് ഈ ഒരു ഒറ്റ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ 10 ഫോണുകൾ ഒറ്റ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇതുപോലുള്ള ഒന്നിലധികം ഫോണുകൾ വരുന്ന ഒറ്റ വീഡിയോ വേണമെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്തേക്കാം. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിന്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.